ഇന്ന് നമ്മൾ 10-ാം സ്ഥലവും 11-ാം സ്ഥലവുമാണ് ധ്യാനിക്കുന്നത്. 10-ാം സ്ഥലത്ത് ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. 11-ാം സ്ഥലത്താകട്ടെ ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. എന്തുമാത്രം വേദനയിലൂടെയും മാനസിക സംഘർഷത്തിലൂടെയായിരിക്കും ഈശോ അന്ന് കടന്നുപോയിട്ടുണ്ടാവുക. ഇത്രയും ആൾക്കാരുടെ മുൻപിൽ തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് താൻ നഗ്നനാക്കപ്പെടുന്ന ആ ഒരു നേരം, അതായത് ഇത്ര വേദന സഹിച്ചുകൊണ്ട് കാൽവരിയിൽ കുരിശ് ചുമന്നുകൊണ്ട് വരികയാണ് ഈശോ. ആ സമയത്ത് രക്തം വാർന്നൊഴുകിയ വസ്ത്രങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് വലിച്ച് ആ വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു വേദന കൂടി നമുക്കിനി ദിവസം ധ്യാനിക്കാം. അതുപോലെ തന്നെ 11-ാം സ്ഥലത്ത് ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. പരിശുദ്ധനായ ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കുറ്റവാളികളുടെ കുരിശിൽ കയ്യും കാലൊക്കെ നീട്ടിക്കൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്ന ആ ഒരു വേദന കൂടി നമുക്കിനി ധ്യാനിക്കാം. അതുമാത്രമല്ല, ഇനി ഈ ദിവസം ഓർക്കുക, നമ്മുടെ പാപമാകുന്ന ആ ലജ്ജിക്കുന്ന വസ്ത്രം നമ്മിൽ നിന്ന് ഉരിഞ്ഞെടുക്കാൻ വേണ്ടി സ്വന്തം വസ്ത്രം ധ്യാനമായി നൽകിയ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കർത്താവിൻ്റെ ആ ഒരു അനുകമ്പയെക്കുറിച്ച് നമുക്ക് ഓർത്തുകൊണ്ട് ഇനി ഈ ദിവസം പ്രാർത്ഥിക്കാം. ആമേൻ.